മലയാളികളുടെ ഒരു ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്ന് നോക്കാനുള്ള ഒരു ത്വരയുണ്ട്. അതിനെ മുതലെടുക്കുന്നതാണ് ഓൺലൈൻ മീഡിയാസ് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ദയം ദാക്ഷിണ്യം കാണിക്കാതെ മൈക്ക് കൊണ്ടേ വായിൽ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ കണ്ടു നമ്മുടെ സലീംകുമാർ മരണ സമയത്ത് ഇതേപോലെ അവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മീഡിയാസ് വരുന്നതും അദ്ദേഹത്തിന്റെ മകൻ അവർക്കെതിരെ ഷൗട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. മുമ്പും വാർത്തകൾ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ഇടിച്ചുകയറ്റം ഉണ്ടായിട്ടില്ല. ഈ റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞാലും ഈ ആക്ട് ഇത് കൊണ്ടുവരാന്നുള്ളതാണ് ഇതിലുള്ള കാര്യം. ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസി ഇത് മാനിക്കാതെ, അതായത് മനുഷ്യൻ്റെ സ്വകാര്യതയെ മാനിക്കാതെ ഇടിച്ചു കയറി ദൃശ്യങ്ങൾ പകർത്തി റേറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അക്ഷിത, ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയെ മാനിക്കാതെ ജീവിതത്തിലേക്ക്, അയാളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് റേറ്റിങ്ങിനായിട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ യൂസ് ചെയ്യുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം ഇത് ഓൺലൈൻ മീഡിയാസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. അതിപ്പം റീസെൻ്റ് ഇൻസിഡൻ്റ് ആയിട്ട് നമ്മൾ ഇന്നലെ കണ്ടു നമ്മുടെ സലീംകുമാർ മരണ സമയത്ത് ഇതേപോലെ അവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മീഡിയാസ് വരുന്നതും അദ്ദേഹത്തിൻ്റെ മകൻ അവർക്കെതിരെ ഷൗട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴാണ് ഈ വിഷയം ഒന്നും കൂടെ വീണ്ടും സമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് ഇടുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയാസിന് റേറ്റിംഗ് വേണം. അതിപ്പോൾ ഓൺലൈൻ മീഡിയാസിനാണെങ്കിലും അവരുടെ കണ്ടന്റ് ആദ്യം കയറണം എന്നുള്ളൊരു സംഭവം, വ്യൂവേഴ്സ് വേണം, ലൈക്ക് വേണം, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇത് ഓൺലൈൻ മീഡിയയുടെ മാത്രം ഒരു കാര്യമല്ല, മെയിൻ സ്ട്രീമുകളും ഇത് തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ള ഈ ഇടിച്ചുകയറ്റം നമ്മൾ കണ്ടു. അതിപ്പോൾ ഞാൻ ഓൺലൈൻ എന്ന് കൂടുതൽ പറയാൻ കാരണം, ഓൺലൈൻ ചാനൽസ് ആണ് കൂടുതലായിട്ടും പ്രൈവസി ഒട്ടും മാനിക്കാത്തൊരവസ്ഥയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു റെപ്യൂട്ടഡ് ചാനൽ അല്ലാത്തത് കൊണ്ട് സ്ഥിരം പ്രേക്ഷകർ ചിലപ്പോൾ ഉണ്ടായി കാണണമെന്നില്ല. അതുകൊണ്ട് കണ്ടന്റ് എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുക, വ്യൂസ്, ലൈക്ക്, ഇതൊക്കെയാണ് അവരുടെ മാനദണ്ഡം. ഇതിലപ്പുറത്തേക്ക് ആളുകളുടെ പ്രൈവസി എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം, ഇതൊന്നും അവരുടെ മാനദണ്ഡങ്ങളെ അല്ല. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. അതിപ്പം ഒരാളിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാൻ യാതൊരുവിധ അധികാരവും ഈ പറയുന്ന മാധ്യമങ്ങൾക്കൊന്നുമില്ല. അതെല്ലാം മാധ്യമധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം മാധ്യമധർമ്മം. നമ്മൾ പഠിച്ചതും ഇതല്ല. അതായത് ഒരാളുടെ സമ്മതമോ അയാളുടെ താല്പര്യമോ ഇല്ലാതെ അയാളുടേതായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും എടുത്തു പോകാൻ ഒരു മാധ്യമങ്ങൾക്കും അവകാശമില്ല. അതാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഈ റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞാലും ഈ ആക്ട് ഇത് കൊണ്ടുവരാന്നുള്ളതാണ് ഇതിലുള്ള കാര്യം. എല്ലാവർക്കും ഈ അവനവൻ്റെതായിട്ടുള്ള നിമിഷങ്ങളുണ്ട്, പ്രൈവസി ഉണ്ട്. ഇത് മാനിക്കാതെ റേറ്റിങ്ങിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതെല്ലാ ജേർണലിസം എന്നുള്ള തരത്തിൽ ഇപ്പൊ ഇന്നലത്തെ ഇൻസിഡന്റിനൊക്കെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള സുപ്രിയ മേനോനൊക്കെ വിലയിരുത്തിയത് നമ്മൾ കണ്ടു. ഭയങ്കര വൾഗറാണ് ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുക എന്ന് പറയുമ്പം. അതും ഇരിക്കുന്ന സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് കൂടെ നോക്കണമല്ലോ. ഇന്നലെ ഇപ്പൊ അവിടെ ചടങ്ങ് എന്ന് പറയുന്ന ഒരു മരണാനന്തര ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ മകൻ ഇത്രയും വൈകാരികമായിട്ട് എതിർക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെയുള്ള സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തുള്ള ന്യായീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളത്. മുമ്പും വാർത്തകൾ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ഇടിച്ചുകയറ്റം ഉണ്ടായിട്ടില്ല. വളരെ മാന്യത ഇല്ല എന്നല്ല, പക്ഷെ അത്തരം ഇടപെടലുകളല്ലായിരുന്നു അവർ നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല. അപ്പോൾ അവർ പറയുന്ന അവരുടെ ന്യായം ഈ വിഷയങ്ങൾ എല്ലാവരിലേക്കും എത്തണം, അതുകൊണ്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചടങ്ങ് തീരുന്നവരെ ഇതിലിരിക്കും. ഇപ്പോൾ ഈ ഒരു വിഷയം മാത്രമല്ല, ഇതിനു മുമ്പ് വാർത്തകളായിട്ടുള്ള എല്ലാ മരണ വീടുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ദയം ദാക്ഷിണ്യവും കാണിക്കാതെ മൈക്ക് കൊണ്ടേ വായിൽ വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് എന്തിനാണ് ഇത്തരം ഒരു ആക്ട് ഇവർ ചെയ്യുന്ന എന്തിനാന്നുള്ളത്. അവരുടെ ഭാഗം ഇത് ഇത്രയും വൈകാരികമായ നിമിഷം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നാണ് അവരുടെ ന്യായം. ഒരു നല്ല രീതിക്കുള്ള ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ ഇപ്പം ഇന്നലെ ഉണ്ടായ ഇൻസിഡന്റിനെ തുടർന്നിട്ട് പോലീസ് സോഷ്യൽ മീഡിയ വഴി ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. ഇത്തരത്തിൽ സ്വകാര്യത ലംഘിച്ച് കടന്നു കയറുന്നതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും എന്നുള്ള തരത്തിൽ. അപ്പം ഇനി അങ്ങനെയെങ്കിലും ഇതിനൊരു മാറ്റം വരുമോ എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. ഈ നിയമങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്, ഇവിടെ നിലനിൽക്കുന്നതാണ്. ഇതറിയാത്തവരല്ല ഇവിടെയുള്ള ആളുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയാം, പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണത്തിന്റെ ഒരു തോൽവിയോ അല്ലെങ്കിൽ പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇവരിത് ഇത്ര ധൃതിപ്പെട്ട് ഇറക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള മലയാളികളുടെ ഒരു
ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്ന് നോക്കാനുള്ള ഒരു ത്വരയുണ്ട്. അതിനെ മുതലെടുക്കുന്നതാണ് ഓൺലൈൻ മീഡിയാസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എവിടെ ഏതൊരു സന്ദർഭത്തിലാണെങ്കിൽ പോലും. ഇപ്പം നമുക്ക് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നിടത്തേക്കാണെന്നുണ്ടെങ്കിൽ പോകുന്നത് കൊണ്ട് അവിടെ അല്ലെങ്കിൽ പറയുന്നൊരു ഇമോഷൻ അവിടെ ഇത്തരം രീതിയിലൊരു ഇമോഷൻ അവിടെ വരുന്നില്ലാത്തതുകൊണ്ട് അത് കണ്ട് ആസ്വദിക്കാം. പക്ഷേ ഒരു മരണം ഒക്കെ ഇങ്ങനെ ഈ രീതിക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അത് കാണുന്നവനെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. പിന്നെ അതുമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിമിറ്റ് വെക്കണം എന്നുള്ളതാണ്. ഇത് ഇപ്പോഴെന്നല്ല, മുന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. മാധ്യമങ്ങൾക്ക് ലിമിറ്റ് വെക്കണം. ഇത്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നുള്ള രീതിക്ക് എവിടെയോ ആയിക്കോട്ടെ. അങ്ങനെ അപ്പോൾ പ്രൈവസി ഇപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവരത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രൈവസി മാനിക്കുക, ലിമിറ്റ് ഇവിടെ വെക്കുക എന്നുള്ളത്. മാധ്യമങ്ങൾക്ക് ബാൻ വരുന്നത് യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കുമ്പോഴാണ്. സത്യം. അതെ. പക്ഷേ നേരെ മറിച്ച് ഇങ്ങനെയുള്ള സ്വകാര്യതയിലേക്കുള്ള ലംഘനം ഒന്നും ചിത്രീകരിക്കുന്ന സമയത്ത് യാതൊരു ബാനും ഞാൻ ഒന്നുമില്ല. കാണുന്നില്ല. അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ മീഡിയ പ്രവർത്തനം മറ്റേതാണ്, ഇതല്ല. അങ്ങനെ വരുമ്പം അത് തടസ്സപ്പെടുത്തുകയും ഇങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകുമ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അത് ആരുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനമാണെങ്കിലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു മുഖം തന്നെ ഇപ്പോൾ മാറിയിട്ടുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇതല്ല യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്നുള്ളതും കൂടി എല്ലാവരും അറിയേണ്ടതാണ്. ഇത് ഏത് വിഷയമായിക്കോട്ടെ, ഇത്തരം രീതികളിലേക്ക് ആളുകൾ കടന്നു ചെല്ലുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, പ്രൈവസി, അവരുടെ ഇമോഷൻ മനസ്സിലാക്കുക. പ്രൈവസി മാറ്റേഴ്സ് എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതിലാണ് കാര്യം.